ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് ഡെസേർട്ടിൽ പോകുന്ന കുറച്ച് വീഡിയോസാണ്. അവിടെ നമ്മൾ കുറച്ച് സ്റ്റെക്കായി പോകുന്നുണ്ട്. അതേപോലെ ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ പോയിട്ട് ഒന്നുകൂടി ഉഷാറായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകും. ഷബാസ് ഉണ്ട്, അതവിടെ ബഗ്ഗി നോക്കി ഉത്തർക്കാണ്. നമ്മള് കാറ്റ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാൻകോ എക്സൈറ്റഡ് ആണോ ചോദിച്ചു നോക്കാം നമുക്ക്. സാൻകോ, ഇതിന് മുമ്പ് നിങ്ങള് സാൻഡിൽ ഇറങ്ങിണോ? ആദ്യമായിട്ട് ഇറങ്ങാൻ പോണേ? വണ്ടിന്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടു, സൂപ്പർ സാധനം. ഓട്ടോമാറ്റിക്കലി ടെറൈൻ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആയിണ്ടായിന്. അപ്പൊ ഒന്ന് നോക്കലേ, ഇപ്പൊ ടയർ ഏകദേശം 15 എത്തിച്ചിട്ടുണ്ട്. നോർമൽ എത്ര ഉണ്ടായിന്? 35 15 എത്തിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ലോകത്ത് ആദ്യമായിട്ട് ഒരാള് ചെയ്തൊരു സംഭവം, അതായത് വണ്ടി സർവീസ് ചെയ്തിട്ട് മട്ടറൈസിൽ വന്ന ലോകത്തെ ആദ്യത്തെ വ്യക്തി. കാശിന്റെ കഴപ്പാ. എന്താണ് പൈസ? വേറൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ഇവിടെ ഇങ്ങനെ ഈ കാറ്റ് ഒഴിച്ചിട്ടാണ് ആൾക്കാർ പോവാ. പക്ഷെ നവാസ് ഇപ്പൊ ഒരു 4 വണ്ടിനെ നിർത്തിയിട്ട് കാറ്റില്ല എന്ന് പറഞ്ഞേ. നവാസ് ഹായ് കൊടുത്ത. അതെ എന്ന് പറഞ്ഞത് ഇങ്ങനെ 4 വണ്ടിനെ നിർത്തിയിട്ട് കാറ്റില്ല എന്ന് പറഞ്ഞ് സഹായിച്ച യുവാവാണിത്. യെസ്, അതാ ജെറ്റൂറിന്റെ മറ്റൊരു കളർ എത്തിണ്ട് ഗൈസ്. നമ്മളെ കളറ് സെയിം, വേറെ കളറ്. അപ്പോൾ അതാ ഗൈസ്, നമ്മൾ ഒഫീഷ്യലി നമ്മൾ ഡെസേർട്ടിലേക്ക് കടന്നു. പക്ഷെ നിങ്ങൾക്ക് ഒന്നും കാണുന്നുണ്ടാവില്ല, എനിക്കറിയാം. നമ്മൾ പുറത്തുനിന്ന് കണ്ണോണ്ട് കാണുന്ന ആ ഒരു എഫിഷ്യൻസി എന്തായാലും കാണുന്നില്ല, മൊത്തം ഇരുട്ടാണ്. സോ നമ്മളിങ്ങനെ ഡിമ്മും ബ്രൈറ്റും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് വലിയ വലിയ ഡ്യൂൺസ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് തന്നെ കണ്ണോണ്ട് തന്നെ നേരിട്ട് കാണില്ല. കാരണം ഭയങ്കര ബ്ലൈൻഡാണ്. ഭയങ്കര ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റടിക്ക് വണ്ടികൾ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്യൽ സേഫ് എന്നുള്ളതാണ്. സോ അതിനനുസരിച്ച് നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറേ വലിയ വലിയ ഡ്യൂൺസ് ഒക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കാണിക്കുമ്പോൾ ഒന്നും നിങ്ങൾക്ക് കാണില്ല എന്ന് വെച്ചിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. സോ നമ്മൾ അങ്ങനെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നമുക്ക് നോക്കിയാൽ ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. ഇത് ഇവിടെ സീ ആണ് കാണുന്നത്. അവിടെ ആൾക്കാർ ഫിഷിങ്ങിനൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ ടെന്റ് അടിച്ചിട്ട് കുറെ ആൾക്കാർ നാളെ ഉച്ചക്ക് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന അബ്ദുവിന് ഒരു സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് കേട്ടോ. ചെറുതായിട്ടൊരു പണി കിട്ടീന്. വണ്ടി ഇതാ പറ്റേ ഒന്ന് കുടുങ്ങി പോയാണ്. വണ്ടി അടി തട്ടിക്കാണ്. പക്ഷെ ഇവിടുത്തെ പേടി ഇതല്ല, മറ്റേ റാറ്റിൽ സ്നേക്കിന്റെ ഒരു ഏരിയമായിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പറ്റ പിടുത്തം വിട്ടുന്നതായിട്ട് ഒരു മനുഷ്യന്മാരതിന് ചുറ്റുമില്ല. കറക്റ്റ് മരുഭൂമി ലോകയറിനമായിരുന്ന സാധനം. എക്സ്പീരിയൻസ് നമ്മക്കെത്താ പേടി. അടുത്തോനെ വണ്ടി പറ്റ വണ്ടീനെ പേടി. ടയർ വീണ് നിലം തട്ടി രണ്ടും. ഇനി അടുത്ത കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാർ അയാൾ പോയിണ്. അപ്പൊ പാമ്പ് വരുന്ന വിചാരിച്ചിട്ട് നമ്മള് മുമ്പിൽ തന്നെ നിൽക്കാം. ആട് ജീവിതം ഗൈസ്. വണ്ടി അവിടെ സൈഡാക്കി ഹെൽപ്പിന് വേണ്ടി ഞങ്ങൾ പോയോണ്ടിരിക്കാണ്. ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ഇല്ലേ. പിന്നെ പാമ്പ് പോയ പാടാണോ അറിയില്ല, ഇവിടെ ഇപ്പൊ പാട് കാണുന്നുണ്ട്. അങ്ങനെ നമ്മള് 999 ആണ് ഇവിടെ എമർജൻസി സർവീസ് വിളിക്കാണ്. വേറൊരു രക്ഷയില്ല. നമ്മുടെ ഒന്നും യാതൊരു അഡ്രസ്സും ഇല്ല. ആ ലൈറ്റിക്കൊന്നും കിലോമീറ്ററോളം അപ്പുറത്താണ്. വിളിക്കുക അബ്ദു, വിളിക്ക്. കടൽ ഇപ്പൊ മരുഭൂമി ഏതാണ് കേസ്. അങ്ങനെ നമ്മള് വിളിക്കാണ്. Hello. Hello, Shirta. We were stuck in inland. Our vehicle is not moving. 1 minute. Assalamu alaikum. Can I speak in English? हिंदी में बात करो. क्या मुश्किल होगी भाई? Oh, माशाल्लाह. हम इधर इंग्लैंड में घुस गया, तो हेल्पलाइन के लिए बुलाया है. कोई हमें जानता नहीं क्या करना है. नहीं मुश्किल नहीं. आपका गाड़ी स्टक हो गया? स्टक हो गया या रमल में सैंड मट्टी में? हाँ, मट्टी में. ओके. फैमिली के साथ है आप या फ्रेंड्स हैं? फ्रेंड्स के साथ है सर. फ्रेंड्स के साथ है. नाइन बीच. ओके. आपके पास नेटवर्क है ना? नेटवर्क है. अगर वो पुलिस आएगा आपका हेल्प करने के लिए, अगर कोई लोकेशन का कोई इशू भी होगा तो आप उसको कॉल करेंगे तो उसी सेम नंबर पे लोकेशन भी भेज सकते हैं आप. ठीक है सर. ओके खलास. अल्फाजा पुलिस को बता दो, वो आपका हेल्प करेंगे. थैंक यू सर. എന്ത് നല്ല മനുഷ്യന്മാരല്ലേ. അപ്പൊ അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറായി ഇവിടെ കുടുങ്ങിയൊക്കെയാണ് ഗൈസ്.
വൈബല്ലേ ഞാൻ പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് വരുന്നു 5 മിനിറ്റ് കൊണ്ട് വരുന്നു പറഞ്ഞു. ജീവൻ പറഞ്ഞ് 20 മിനിറ്റ് ഇല്ല 2 മിനിറ്റ് കൊണ്ട് എപ്പോ കുടിക്കാൻ വരുന്നത്. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഔട്ട് ഫുൾ ഓഫ് മണൽ. സിബിലി പറഞ്ഞ 15 മിനിറ്റ് പോലെ ആവരുത് 5 മിനിറ്റ് ആ കണ്ടിട്ട് വരണേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീണിടുന്നേ മണ്ണിൽ പുതുമഴ വീണിടുന്നു അങ്ങകലെ അങ്ങകലെ മണ്ണിൽ. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? പെരിയാനേ റഹ്മാനേ പെരിയാനേ റഹീം പെരിയാനേ റഹ്മാനേ പെരിയാനേ റഹീം. എന്നുണ്ടെന്ന് തോന്നുന്നു. യെസ് ഗൈസ് ദേ ആർ കമ്മിങ്. ഓരോ മിനിറ്റും അവർ വിളിച്ച് അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട്. കഴിച്ചിലായണോ അറിയാനോ അവർക്ക് വരാതെക്കാനാണോ അറിയില്ല. എന്തായാലും വരുന്നുണ്ട്. ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. വണ്ടി ഗൈസ് 4 ഭാഗവും വണ്ടി കുടിയിരിക്കാണ്. പക്ഷെ ഈ വണ്ടി താന്നില്ലല്ലേ, ഒറിജിനൽ വണ്ടി താന്നിട്ടുള്ളൂ. തലയിൽ കുടുങ്ങിയ മണൽ തട്ടിക്കളയുന്ന അബ്ദു, പ്രതീക്ഷയോടെ കണ്ണു നട്ടിരിക്കുന്ന ഷഹബാസ്, ഒരു കൂസലുമില്ലാതെ പാട്ട് പാടുന്ന നവാസ്. എന്തിനു പേടിക്കണം? ഖത്തറിന്റെ പോലീസ് പറയുന്നത് സാൻകോ. ഇതിനപ്പുറത്ത് റോഡാണോ ജി? റോഡ് എന്തായാലും 20 കിലോമീറ്റർ എന്താ നടക്കും. കൊറേ നേരത്തെ നമ്മൾ കണ്ടത് അല്ലേനി കൊറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷത അവരതിലാണ്ട് ഇറങ്ങി വരുന്നുണ്ട്. പൂരിനേക്കും കുടുംബത്തിലേക്കും എല്ലാരും പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. സാൻകോ സ്റ്റിൽ ആകെ മണൽക്കാറ്റ് അടിച്ചിട്ട് ഇന്ന് കൈകിയ വണ്ടിയായിരുന്നു ഗൈസ്. നമ്മൾ നേരത്തെ കൈകണ വീഡിയോ കണ്ടിട്ടുണ്ടായി. അതാ വരുന്നു ഗൈസ്, അതാ പ്രതീക്ഷയുടെ ആ വട്ടം. ഓരവിടെ കുടുങ്ങാന്നാ മതി. ഇനി ഏതാ വണ്ടിയടാ? പുലിക്കുട്ടിയായിട്ട് ഒരു എത്തിനെ അവർ നോക്കുന്ന ട്രൈ ചെയ്യുന്നുണ്ട്. آمين آمين. طاير سوي تحت مكيف سكر هوا كم 15 15 set from there this jetor. നമ്മൾ കുറച്ച് മുമ്പ് ആ ഹുക്ക് മേലേക്ക് ഇരുന്നിട്ട് കുറേ അതിൻ്റെ അടിയിലെ മണലും മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വണ്ടി കയറി നോക്കണം. അപ്പോൾ ഒന്ന് ഹുക്ക് കണ്ടിട്ടില്ല. ഇത് വിഞ്ചിട്ടിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹുക്ക് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഹിഡൻ സ്പോട്ടിലായതുകൊണ്ട് കിട്ടി. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ജന്തുക്കളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവർ അധികം ഇത് വലിക്കുന്നൊന്നും ഷൂട്ട് ചെയ്യാൻ അയക്കാത്തതുകൊണ്ട് തന്നെ ആ ക്ലിപ്സസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇത് വലിച്ച് ഈസിലി വണ്ടിയല്ല വലിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ റോപ്പ് അങ്ങനെ ബാക്കിലേക്ക് വലിച്ചിട്ടാണ് ചെയ്തത്. വണ്ടി അവിടെ നിന്നോട്ട് വന്നിട്ട് റോപ്പ് വലിച്ചു. ഇവിടെ നമ്മളെ വണ്ടി കയറിയിട്ട് വേറെ ഡ്രൈവർ പിന്നെ ഒരു കൂടെ വന്ന ആൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് പോന്നു. സോ നമ്മൾ ബാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓല് വൈ കാണിച്ചു തരാം, ഫ്രണ്ടിൽ ഓരോ ബാക്കിൽ തന്നെ ഫോളോ ചെയ്ത് പോന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു അവിടെ നിന്ന് പോയി. പിന്നെ നമ്മളൊരു സേഫർ സോണിലെത്തിയ ആൾക്കാർ കാണുന്ന സോണിലെത്തിയപ്പം പ്രശ്നമില്ല. നമ്മൾ ഈ അവിടെ കുടുങ്ങിയിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തൊന്നും ആരും എത്തിപ്പെടാത്തൊരു സ്ഥലമായിരുന്നു. നമ്മളൊരു ഓഫ് റോഡും അല്ലെങ്കിൽ ഡെസേർട്ടല്ലേ എങ്ങനെയും പോകാന്നുള്ള മുകളിൽ പോയത്. പിറ്റേന്ന് രാവിലെ ഷഹബാസിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട്. നല്ല സൂപ്പർ, കണ്ടിട്ട് തന്നെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയായിരുന്നു. പിന്നെ നമ്മളിലേക്ക് പൊറോട്ടയും അതേപോലെ ചപ്പാത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കറി മാത്രം കുക്ക് ചെയ്തു. അപ്പോൾ നമ്മളിന്ന് ഡെസേർട്ട് സഫാരിക്ക് ഒന്നും കൂടി ഒരുങ്ങി പോവാണ്. ഇന്നലെ പോയപ്പം നൈറ്റ് ആയില്ല, നമുക്കൊന്നും കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലായിടത്തും ലാഗായി വരുന്ന നവാസ് ജെറ്റൂർ എടുത്തിട്ട് തന്നെയാണ് വീണ്ടും പോണത്. അപ്പൊ ജെറ്റൂർ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് പോയ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ഷഹബാസെ വേറെ തന്നെ മൂഡ് എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞ ഞാൻ ഉണ്ടാക്കി പറയായിരിക്കൂലേ. വീഡിയോ കിട്ടിയില്ല, പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ നമുക്ക്. എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു എഫിഷ്യൻസി ജെറ്റൂറിന്റെ പീക്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ആ ഒരു വൈബ് അടിപൊളിയായിട്ട് കിട്ടിയോണ്ടാണ് നമ്മൾ രണ്ടാമത് വീണ്ടും പോകുന്നത്. സോ ഇൻഷാല്ലാ അവിടെ തിരി കാണാം. സാൻകോ, ഈ വണ്ടി യൂസ് ചെയ്ത് നിങ്ങൾ ഓഫ് റോഡ് ഓൺ റോഡൊക്കെ പോണതാണ്. വണ്ടിന്റെ ഒരു ജെന്യൂൻ റിവ്യൂ പറഞ്ഞു തുടങ്ങി. ഞാനൊരു എക്സ്ട്രീം വണ്ടി ഭ്രാന്തനല്ലാത്തതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഫോർ മീ ഇറ്റ്സ് എ ന്യൂ സ്റ്റാർട്ട്. ഒരുപാട് ഓപ്ഷൻസ് നോക്കി. അപ്പോൾ നമ്മുടെ ബജറ്റിലുള്ള എന്നാൽ തിരക്കടില്ലാത്തൊരു വണ്ടി എന്ന് നോക്കുമ്പോൾ ജെറ്റൂർ വാസ് ഗുഡ്.
അത് എടുത്തതിന് ശേഷം ലോങ് ഡ്രൈവ് ദുബായിലേക്ക് പോയി, ഖത്തറിന്ന് സൗദിയിൽ റിയാദ് പോയി. അത് ലോങ് ഡ്രൈവ് ഓൺ റോഡ് പെർഫോമൻസ് ദാറ്റ് വാസ് എക്സ്ട്രീംലി സാറ്റിസ്ഫൈങ്. ഓഫ് റോഡ് അന്ന് നൈറ്റാ പോയതെങ്കിൽ പോലും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഡൗട്ടിനൊക്കെ കടത്തി വെട്ടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. അത് ഒഴുകുക എന്ന കവിത പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഒഴുകി പോവായിരുന്നു. എക്സ് മോഡ് ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇത് ഒരു മെച്യൂർഡ് കാറാണോ എന്നുള്ളത് അങ്ങനത്തെ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഫോർ മീ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഡെസേർട്ടിലെത്തി. ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണുന്നത്, ഭയങ്കര വൈറ്റ് സാൻഡും കാര്യങ്ങളൊക്കെ കാണുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടലും അതേപോലെ മരുഭൂമിയും ഒന്നിക്കുന്ന വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ പെട്ടൊരു സ്ഥലമാണിത്. ആകെ 2 സ്ഥലങ്ങളാണ് ലോകത്ത് അങ്ങനത്തെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. സോ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ പതിയെ ഇതിനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പതിയെ അവിടെ കുറേ വണ്ടികൾ ആ ഡ്യൂൺസുമ്പോൾ കൂടെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എൽസിയും പെട്രോളൊക്കെ ആയിട്ട് കുറേ വണ്ടികൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ കുറേ ബഗ്ഗികളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി പോകുന്നുണ്ട്. ജിംനി പോകുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പതിയെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകാൻ. ഇത് ശരിക്കും അതിൻ്റെ എൻട്രൻസ് ആണ്. നമ്മൾ ഇവിടേക്ക് വരാൻ നമ്മൾ ആ പോക്കൊക്കെ പോകാൻ ശരിക്കും ടയർ പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഏത് വണ്ടിയേക്കും വരാൻ അധികമായിട്ട് പോകുന്നില്ല. പക്ഷേ ആ ബസ് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. ചെറിയൊരു ബസ്സുണ്ട്, നാട്ടിലൊന്നും നടക്കാതായിട്ടോ. കുട്ടി ബസ്സാണ്, മിനി ബസ്സാണ്. അതിൻ്റെ ടയർ കണ്ടിട്ട് പേടിയുണ്ട്. JCB തോറ്റുപോകും. മരുഭൂമിയിലെ സിംഹം പോണം. ചെറിയ മഴ പെയ്യുണ്ട് ഗൈസ്. സൂപ്പർ സഫാരി നവാസിന്റെ ഫേവറേറ്റ് രണ്ടാമത്തെ വണ്ടിയാണ്. ഒന്ന് ചാർജർ അല്ലേ, ചലഞ്ചർ. നമ്മൾ ടയർ പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതാ ഒഫീഷ്യലി ഇറങ്ങിയിട്ടുണ്ട്. ഡ്രൈവർ ഓൺ പവർ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മണലിലേക്ക് കയറി. അപ്പോൾ അവിടെയുള്ള കുറേ ഡ്യൂൺസും അതേപോലെ തന്നെ നമ്മൾ രാത്രി വന്ന സമയത്തിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് ഇതിനെ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഡ്യൂൺസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കയറി ഇറങ്ങി. ഞങ്ങൾ കുറച്ച് ഷോർട്സ് എടുക്കാനുള്ള ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷഹബാസ് പ്രൊഫഷണൽ ക്യാമറ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ്. ഞാൻ വെറുതെ ഈ വ്ളോഗിന് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമാണ് എടുക്കുന്നത്. വണ്ടീൻ്റെ എഫിഷ്യൻസിയും വണ്ടി കറങ്ങണമൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഖത്തറിലോ ദുബായിലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ ഡെസേർട്ട് സഫാരി പോകാത്ത ആൾക്കാർക്ക് മസ്റ്റായിട്ട് പോകണം എന്നുള്ളൊരു സജഷനാണ് ഇതിൽ പറയാനുള്ളത്. കാരണം അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ആ വണ്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്താണ്, അതേപോലെ ഇത് കാണുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു വൈബ് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഇവിടെ ഏകദേശം സൺസെറ്റ് ആയിട്ടുണ്ട്. സൺസെറ്റ് എന്ന് പറയുമ്പോൾ ഒരു 5:30-6 മണി മാക്സിമം ആയിട്ടുണ്ട്. അപ്പം പതിയെ നമ്മളും ഇങ്ങനെ ഇറങ്ങാനുള്ള പരിപാടീസ് നോക്കുകയാണ്. ചുറ്റും നല്ല സൂപ്പർ മരുഭൂമി, നല്ല വെള്ള മണൽ. ആ ഒരു ഡ്യൂണാണ്. ലെറ്റ്സ് സീ അവിടെ എന്താണുള്ളത് പോയേക്കാം. ഈ മരുഭൂമിയിൽ നടക്കുക എന്നുള്ളത് ശരിക്കും ഒരു ടാസ്ക്കാണ്. കാരണം നമ്മൾ എക്സ്ട്രാ എനർജി ഇട്ടിട്ട് വേണം ഫുൾ ചെയ്തിട്ട് പോകാൻ. അവിടെ കുറച്ച് വണ്ടികൾ പോകുന്നു. നമ്മളെ വണ്ടി അവിടെ ഒന്നും മറക്കാറില്ല, മാർക്ക് ചെയ്ത് വീണതായിട്ട്. ഇത് നമ്മളൊരു ബഗ്ഗി റൂട്ടൊന്ന് പിടിച്ചതായിരുന്നു. ഭയങ്കര ഡെപ്ത് ഏറിയൊരു സ്ഥലത്താണ്. അതായത് മുമ്പോട്ട് പോകുമ്പം ഇങ്ങനെ ഭയങ്കര ഷാർപ്പ് എഡ്ജാണ്. ചിലപ്പോൾ വണ്ടി മറയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിർത്തിയിട്ട് എന്താണ് ടെറൈൻ എന്നുള്ളത് നോക്കുകയാണ്. ഇത് ഇത്രത്തോളം ഡെപ്ത് ഉണ്ട്. ഞാൻ ശരിക്കും അടിയിലാണ് നിൽക്കുന്നത്. ഷഹബാസ് ഇപ്പം മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടുന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ചാടി എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് വീണ്ടും ചാടുന്നു ഗൈസ്. സോ നമ്മൾ ബാക്ക് എടുക്കുകയാണ്. കാരണം അവിടെ കുറച്ചധികം ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ, ഇവിടെ ഡേഞ്ചറാണ്, അങ്ങോട്ടൊക്കെ പോരുതൊന്നും പറയാൻ ആരുമില്ല. പോയി നമ്മൾ പെടുമ്പം ഓടി വരാൻ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ബാക്ക് എടുത്തു. കാരണം ഞാൻ ഒരു വിഷയം ഉണ്ടാകുന്നുള്ള രീതിയിൽ നമ്മൾ പോന്നു. അത്രയും ഡെപ്തിലാണ്. ലൈക്ക് വണ്ടിയുടെ ആ ഒരു ആംഗിളൊക്കെ എത്ര റേഡിയസ് അല്ലെങ്കിൽ എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണെന്നുള്ളതൊക്കെ ശരിക്കും വണ്ടിയിൽ കാണുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഗൈസ്, എനിക്കറിയാം അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു 1% പോലും നിങ്ങളുടെ അടുത്തേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. സോ ഇതൊക്കെ വൺ ടൈം പോയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. സോ ഞങ്ങൾ ഇവിടുന്ന് പതിയെ ഇറങ്ങാനുള്ള പ്ലാനുകളാണ്. സോ വണ്ടി വാഷിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫുൾ പൊടിയായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം വാഷിന് കയറ്റി. തലേന്ന് നമ്മൾ നേരത്തെ മുമ്പ് വാഷ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വ്ളോഗ് കാണും വരെ ബൈ ബൈ.
നവാസ്ക ഇപ്പം ബൈ ബൈ പറയും, എന്നിട്ടാണ് ഒഫീഷ്യലി നമ്മൾ പോവുക. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് അടുത്ത ഡെസേർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയായിട്ട് വരുന്ന സാൻകോ, ഓടിപ്പോകുന്ന നവാസ്. ആൻഡ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഗൈസ് ഈ വീഡിയോ. ഇതിൽ ഞാൻ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഡെസേർട്ടിലെ കുറച്ച് കുസൃതികൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള കുറച്ച് കുസൃതികളാണ്. വേറെ MG4000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് എടുത്തതാണ്. സോ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. സോ ബൈ.